ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BIS നിന്നാണ് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേക്കൻസി 20 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓർത്തിരിക്കുക, നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 1,14,945 നിങ്ങൾക്ക് സാലറി കിട്ടുന്നതെന്ന് ഓർത്തിരിക്കുക. ഇവിടെ ഏതൊക്കെ പോസ്റ്റ് ഏതൊക്കെ ക്വാളിഫിക്കേഷൻ എന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് കെമിസ്ട്രിയിലേക്കാണ്. കെമിസ്ട്രി 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ജനറൽ OBCക്കാണ്. സിവിൽ എഞ്ചിനീയറിംഗ് 8 വേക്കൻസിയാണ്. ഒന്ന് ജനറൽ കാൻഡിഡേറ്റ് 5 വേക്കൻസി, SCക്ക് 1 വേക്കൻസി, STക്ക് 1 വേക്കൻസി, EWSന് 1 വേക്കൻസി. നെക്സ്റ്റ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 4 വേക്കൻസിയാണ് ടോട്ടൽ. 3 വേക്കൻസി ജനറൽ കാൻഡിഡേറ്റിന്, 1 വേക്കൻസി SCക്ക്. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ കാൻഡിഡേറ്റിന് 1, SCക്ക് 1. നെക്സ്റ്റ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 2 വേക്കൻസി ജനറൽ കാൻഡിഡേറ്റിനാണ്. നെക്സ്റ്റ് എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് 2 വേക്കൻസി, അത് ജനറൽ കാൻഡിഡേറ്റാണ്. ടോട്ടൽ 20 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് വേണ്ടത് ബാച്ചിലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി, അല്ലെങ്കിൽ BO അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണെന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഇത് നിങ്ങൾ ബേസിസ് ചെയ്യേണ്ടത് ഗേറ്റ് നിങ്ങൾ എക്സാം 2023, 2024, 2025 ഏതെങ്കിലും ഒരു ഗേറ്റ് എക്സാം വാലിഡ് ആയിട്ടുള്ള സ്കോർ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വിളിച്ചാൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗും അതിലും BO അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതാണ് ക്വാളിഫിക്കേഷൻ. ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇതാണ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഇതാണ് ഗേറ്റിൻ്റെ പറയുന്നത്. ഇപ്പോൾ ഗേറ്റ് നിങ്ങൾ 2023, 2024, 2025 ഏതെങ്കിലും വർഷം വാലിഡ് ആയിട്ടുള്ള ഗേറ്റ് സ്കോർ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. നെക്സ്റ്റ് കെമിസ്ട്രിയാണ് വിളിച്ചിരിക്കുന്നത്. കെമിസ്ട്രി മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കണം മീൻ നാച്ചുറൽ സയൻസ് അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ട് തത്തുല്യമായിട്ട് കെമിസ്ട്രി ഡിസിപ്ലിൻസ് ഗ്രാജുവേഷൻ ഉള്ള അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് അല്ലെങ്കിൽ PG ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. അതിലും നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഗേറ്റിൻ്റെ സ്കോർ വേണമെന്ന് ഇവർ പറയുന്നുണ്ട്. ഈ 3 വർഷത്തെ ബേസ് ചെയ്തിട്ടാണ് 2023, 2024, 2025 ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഗേറ്റ് നിങ്ങൾക്ക് എന്തായാലും നിർബന്ധമായിട്ടും ഗേറ്റ് സ്കോർ നിങ്ങൾക്ക് വേണ്ടതാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 23/5/2025 ബേസിസിലാണെന്ന് ഓർത്തിരിക്കുക. SC/ST കാൻഡിഡേറ്റിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും OBCക്ക് 3 വർഷത്തെ, PWന് 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. നിങ്ങളുടെ ഗേറ്റ് സ്കോർ 2023, 2024, 2025 ഗേറ്റ് സ്കോറിൻ്റെ ബേസ് ചെയ്ത് നിങ്ങൾ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റിന് പിന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂവിന് അവർ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതിനെ വിളിക്കും. അതിനുശേഷമായിരിക്കും നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അവർ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ആണ് 3/5/2025 മുതൽ 23/5/2025 വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഒന്നും ഇതിനില്ല. ഒരു കാറ്റഗറിക്ക് ഇവിടെ പേയ്മെൻറ്റ് ഇല്ലെന്ന് ഓർത്തിരിക്കുക. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. www.bsi.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പ്രൊവിഷൻ പീരീഡ് 2 വർഷത്തെയാണെന്ന് ഓർത്തിരിക്കുക. പോസ്റ്റിംഗ് നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുമെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇവർ പറയുന്നത് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് വന്ന് അവർ റിജക്റ്റ് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു പോസ്റ്റിലേക്ക് ഒരു കാൻഡിഡേറ്റിന് ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഓർത്തിരിക്കുക. ഇനി എന്താണ് അപ്ലോഡ് ചെയ്യേണ്ടത്? ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം, അതുപോലെ തന്നെ മറ്റേ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ബേസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ SC/ST OBC കാൻഡിഡേറ്റിന് നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ അവർ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ PDF നിങ്ങൾക്ക് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനാണ്. ഇപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BSc എന്നാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഓർത്തിരിക്കുക, 1,00,000 സാലറി കിട്ടുന്ന ജോബാണ്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെ അപ്ലൈ ചെയ്യുക. താങ്ക് യു. ലൈക്ക്, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.